ഒക്ടോബർ മാസം 2-ാം തീയതി ക്രിസ്തുവർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനവുമായി ഒരിക്കൽ കൂടി ദൈവകൃപയാൽ വിൻസെൻ്റ് തോമസ്. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളാണ്. തിരുവചന വായന യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. വീണ്ടും ജനനം എന്ന ദൈവിക കാര്യം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ സഹായിക്കണമേ. സത്യം മനസ്സിലാക്കുവാൻ, സത്യം ഗ്രഹിക്കുവാൻ, സത്യം വിശ്വസിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇന്ന് 3 പ്രധാന കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി ആത്മീയ ജനനം. ഈ ആത്മീയ ജനനത്തെ വീണ്ടും ജനനം, ഉയരത്തിൽ നിന്നുള്ള ജനനം എന്നെല്ലാം വിവിധമായി അതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം, ആത്മീയ ജീവൻ. രണ്ടാമതായിട്ട് സമകാലിക, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിലെ സംഭവങ്ങൾ, അതാണ് രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളിൽ നിന്നൊരു ഉത്തരവാദിത്തം ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ഉത്തരവാദിത്തം. അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി ആത്മീയ ജനനം, വീണ്ടും ജനനം, ഉയരത്തിനുള്ള ജനനം. അതിനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിച്ച വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ്. 3-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിച്ച ഉപദേശമാണ് പുതിയതായി ജനിക്കണം. പുതിയ ജനനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും തിരുവചനം വായിക്കണം. എന്നെ കേൾക്കുന്നവർ പല വിധത്തിലെങ്കിലും നിങ്ങൾ ദൈവവചനവുമായിട്ട് അല്പം ബന്ധമുള്ളവരാണ് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് പുതിയതായി ജനിക്കണം. ഈ പുതിയ ജനനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പുതുജനനവും കാൽവരി മരണവും ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ ഉത്തരവാദിത്തം ഉയർത്തപ്പെട്ട ക്രിസ്തുവിൽ വിശ്വാസമാണ്. കാരണം ഈ നിക്കോദീമോസുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ ഇതിനെ സംബന്ധിച്ച് പഠിക്കാമെങ്കിലും അതിൽ ചെറിയൊരു കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം അത് ഉയർത്തപ്പെട്ട കർത്താവിൽ വിശ്വസിക്കും. നിങ്ങൾ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് നമ്മൾ വിശ്വസിക്കണം, വീണ്ടും ജനിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ അങ്ങനെ 2 ഈ ഉപദേശത്തോട്, പുതിയ ജനിക്കണം എന്ന ഉപദേശത്തോട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും കാൽവരി മരണവും നമ്മളുടെ വിശ്വാസവും ചേർന്ന് നടക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസം സംബന്ധിച്ച പ്രധാന വാക്യമാണത്. വിശ്വാസം സംബന്ധിച്ച പ്രധാന വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. 39-ാം വാക്യം. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചു ആകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിക്കേണ്ടത്? എങ്ങനെയാണ് ആത്മാവിനെ ലഭിക്കുന്നത്? ഈ ആത്മാവ് നമ്മളെങ്ങനെയാണ് പുതിയ ജീവൻ നമുക്ക് നൽകുന്നത്, നമ്മൾ വീണ്ടും ജനിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതും. ഇവിടെ ഈ ഭാഗത്ത് യോഹന്നാൻ്റെ 7-ാം അധ്യായം 30-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ തുടർന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, അതിന് 14-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ 16 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, എന്നാൽ ഞാൻ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം തന്നെയാണ്. 14-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ 16-ഉം 17-ഉം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. 17-ാം വാക്യം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പം അങ്ങനെ ഈ വേദഭാഗത്തും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ കൂടി കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കേണ്ടത്. അത് രേഖപ്പെടുത്തി നമ്മൾക്ക് പഠിക്കാൻ തക്കവണ്ണം അത് ദൈവം സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച് പഠിക്കുകയും നമ്മൾ വീണ്ടും ജനിക്കണം എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് എന്നും അത് എന്നേക്കും നിങ്ങളുടെ കൂടെ വസിക്കും എന്നും നിങ്ങൾ ഇരിക്കും എന്നും എഴുതിയിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കർത്താവായി തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ തേജസ്കരണത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഇത്. എന്നാൽ പഴയ നിയമം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം, ഇതേ വിധത്തിലുള്ള ഉപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. അപ്പം അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ പുതിയ ജീവൻ എങ്ങനെയാണ്, പാപിയായ മനുഷ്യൻ എങ്ങനെയാണ് പുതിയതായിട്ട് ജനിക്കുന്നത്? നമ്മളതിനെക്കുറിച്ച് അല്പം പരാമർശിക്കുകയുണ്ടായി. പാപത്തിന് മുമ്പ് ആദാമിനും ഹവ്വയ്ക്കും വീണ്ടും ആവശ്യമില്ലായിരുന്നു. കാരണം പാപമില്ല, മരണമില്ല, ശാപമില്ല, ദൈവത്തോട് കൂടെയുള്ളൊരു ജീവിതമായതുകൊണ്ട് അവിടെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ പാപിയായ മനുഷ്യനാണ് ഇത് ആവശ്യം. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ നിക്കോദെമോസിൻ്റെ നോട് പറഞ്ഞ ഉപദേശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, നിക്കോദെമോസ് ഇസ്രായേലിൻ്റെ ഉപദേശകനും ദൈവിക സത്യങ്ങൾ അറിയുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ അവനോട് പറയുകയാണ്, നീ ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു വിഷയമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ മോശയുടെ ന്യായപ്രമാണം മുതലുള്ള കാലഘട്ടത്തിലെങ്കിലും പുതിയ ജനനം അത് ഒരു ഉപദേശമായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൽ നിന്ന് ഈ അനുഗ്രഹം പരിശുദ്ധാത്മാവിനെ അവൻ വാങ്ങിച്ചു അയച്ചു. അതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നു, കൂടെ ഇരിക്കുന്നു. അത് എന്നേക്കുമുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് വളരെ വ്യത്യസ്തമാണ്, വ്യതിരക്തമാണ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ്റെ 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമുക്ക് 16-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും
ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇത് വീണ്ടും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഉപദേശമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കാൻ ന്യായവിധിയെക്കുറിച്ചും തന്നെ. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് എങ്ങനെ ലഭിക്കും, അത് അവൻ ആരാണ്, അവൻ്റെ പ്രവർത്തനം എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തവും ശക്തവുമായി നമുക്ക് തിരുവചനത്തിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, തുടർന്ന് യേശു ക്രൂശിക്കപ്പെട്ടു, പുനരുദ്ധാനം ചെയ്തു, 3-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു, സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. അവൻ തേജസ്കരിക്കപ്പെട്ടവനാണ്. ഈ തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവ് അവനെ അയച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇങ്ങനെ ഒരു കാര്യം പഴയ നിയമത്തിൽ നടന്നിട്ടില്ല. പഴയ നിയമം മുഴുവൻ ഇതിലേക്കുള്ള ഒരു തുടർച്ചയായിരുന്നു. എന്നാൽ ഇന്ന് ഇതാ കർത്താവ് തേജസ്കരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു. അത് പെന്തക്കോസ്ത് നാളിലാണ് സംഭവിച്ചത് എന്നുള്ളതും നമുക്കറിയാം. ഈ തേജസ്കരിക്കപ്പെട്ട കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ചു. സ്വർഗാരോഹണത്തിന് സ്വർഗാരോഹണത്തിന് മുന്നേ പരിശുദ്ധാത്മ സ്നാനം പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും സ്വർഗാരോഹണം ഇടയിലുള്ള ആ 40 ദിവസം, അത് സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് ഒരു ഉപദേശം അവരെ പഠിപ്പിച്ചത്, നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണം, ഞാൻ പിതാവിനോട് ചോദിച്ച് പിതാവിൻ്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനെ അയക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവ് അവരോട് പറയുകയാണ്, ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, ഈ ശിഷ്യന്മാരാണ് 12 അപ്പസ്തോലന്മാർ, അവരോട് പറയുകയാണ്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മൾ വ്യക്തമായ ഉപദേശങ്ങളും അത് പടിപടിയായിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിയായിട്ട് മനസ്സിലാക്കുകയും ഇന്ന് നമ്മുടെ ഉത്തരവാദിത്തം ആ വിധത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതോടും ഒപ്പം തന്നെ പഴയ നിയമത്തിലും മോശയ്ക്ക് മുമ്പും പുറത്താക്കപ്പെട്ട ഹവ്വയും ആദാവും ഹവ്വയ്ക്കും മുതൽ ഏദാൻ തോട്ടത്തിൽ പുറത്തായതിന് ശേഷം മോശ വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമുക്ക് അല്പമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അന്നത്തെ കാലത്തും ഈ വീണ്ടും ജനനം സംഭവിക്കുന്നത് എന്നുള്ള സംഭവം. പെന്തക്കോസ്ത് നാളിൽ എന്നാൽ അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിൽ പതിഞ്ഞു നിറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അതിൻ്റെ 3-4 വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കാൻ ആഗ്രഹിക്കും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായ അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. പരിശുദ്ധാത്മാവ് പതിഞ്ഞു.
അതിൻ്റെ 4-ാം വാക്യം, എല്ലാവരും പരിശുദ്ധാൽ നിറഞ്ഞവരായ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വന്ന് അവരിൽ പതിഞ്ഞു, അവരിൽ നിറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഉപദേശം. ഇതൊന്നും പഴയ നിയമത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നില്ല. അതുകൊണ്ട് എത്രയോ പ്രത്യേകതയുള്ളതാണ് കർത്താവിൻ്റെ ക്രൂശമരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണവും. പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതിന് ശേഷം തേജസ്കരിക്കപ്പെട്ട കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു എന്നുള്ളത്. അതുമാത്രമല്ല, അത് ഇന്ന് വിശ്വസിക്കുന്നവരിൽ സ്ഥിരമായി വസിക്കുന്നു, എന്നേക്കും വസിക്കുന്നു, കൂടെയുണ്ട് എന്നുള്ളതും നമുക്ക് വിശ്വാസ്യമായ ഒരു സത്യമാണ്. പ്രസ്തുത വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ പാപപരിഹാരാർത്ഥം ക്രൂശിതനായ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. ഇതൊരു ഉപദേശമാണ്, ഇതൊരു ഡോക്ട്രിനൽ സ്റ്റേറ്റ്മെൻറ്റാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്? ഇസ്രായേലിൽ പോയി ജെറുസലേമിൽ പോയി കാത്തിരുന്നാൽ കിട്ടുമോ? നോ, കിട്ടുകയില്ല. ഈ ഉയർത്തപ്പെട്ട കർത്താവിൽ, തേജസ്കരിക്കപ്പെട്ട കർത്താവിൽ നാം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് എന്നുള്ളത് ശക്തമായ ഉപദേശം തന്നെ. അങ്ങനെ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു എന്ന തിരുവചന സത്യം നിസ്തുല്യവും വേദപുസ്തക ചരിത്രത്തിൽ വ്യതിരക്തവുമായ ഉപദേശമാകുന്നു. വ്യതിരക്തത എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ എങ്ങനെയാണ് വീണ്ടും ജനനം ഉണ്ടായത്, അതിനു മുമ്പ് എങ്ങനെയാണ് ഉണ്ടായത്, അതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ വീണ്ടും ജനനം കർത്താവിൻ്റെ മരണത്തിന് ശേഷം തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ ഫലമായിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ച് ലഭിക്കുന്ന ഒരു പ്രത്യേക വ്യതിരക്തമായ, മറ്റുള്ള കാലഘട്ടങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ, വ്യക്തികളെ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തമായും നമുക്കൊരു വ്യത്യസ്തത ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വേദപണ്ഡിതന്മാർ നിസ്തുല്യവും വ്യതിരക്തവുമായ ഈ കാലഘട്ടത്തെ സഭായുഗം എന്ന് വിളിക്കുന്നു. പെന്തക്കോസ്ത് നാൾ മുതൽ സഭയുടെ അവസാനം വരെ ഉള്ള ആ കാലഘട്ടത്തെ സഭായുഗം എന്ന് പറയും. ഈ സഭായുഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയെ വ്യത്യസ്തമാക്കുന്നു, വ്യതിരക്തമാക്കുന്നു. ഡിസ്റ്റിങ്ഷൻ ഫ്രം ഓൾ അതർ കൈൻഡ് ഓഫ് പീപ്പിൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. സഭായുഗമെന്ന് വിളിക്കുന്നു. ദൈവിക പദ്ധതി ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ വേദപുസ്തക ചരിത്രം തുടങ്ങുന്നത് എവിടെയാണ്? സൃഷ്ടി മുതലാണ്. 1-2 അധ്യായങ്ങളിൽ ഇങ്ങനെ വീണ്ടും ജനത്തിന് ആവശ്യമില്ല എന്ന് നമ്മൾ അല്പമായി പരിശോധിക്കുകയുണ്ടായി. എന്നാൽ പാപവും മരണവും ശാപവും സ്വന്തമായി തീർന്ന ആദാമിനും ഹവ്വയ്ക്കും മക്കൾക്കും പുതുജനനം എങ്ങനെ സാധ്യമായിരുന്നു എന്ന് നാം പരിശോധിക്കണം. അത് നമുക്ക് പഠിക്കാനുള്ളൊരു വിഷയമായിട്ട് നിങ്ങളോട് പറയുകയാണ്. അതുപോലെ തന്നെ മോശയ്ക്ക് നൽകിയ ന്യായപ്രമാണം മുതൽ ക്രൂശ് വരെ പുതുജനനം ആവശ്യമെന്ന് കർത്താവ് ഇതിനെ പഠിപ്പിച്ചു. അതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിൽ പുതുജനം ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ കഴിയും. എന്നാൽ അതിനു മുമ്പുള്ള കാലത്ത് എപ്രകാരമായിരിക്കുമെന്നുള്ളത് ഒരു പഠനമക്ഷമായി എടുക്കേണ്ടത് ആവശ്യമാണ്. ആയതിനാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദാമിനും ഹവ്വയ്ക്കും തൻ്റെ മക്കൾക്കും ന്യായപ്രമാണം വരെ പൊതുജനം എപ്രകാരമെന്ന് വേദപുസ്തകം നമുക്ക് പരിശോധിച്ചൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഹോംവർക്കായിട്ട് നാം ചെയ്യേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ വിഷയം വീണ്ടും ജനനമാണ്. കർത്താവ് പഠിപ്പിക്കുന്നു, വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനാൽ നാം വീണ്ടും ജനിക്കുക തന്നെയാണ്. അത് ഒന്നാമത്തെ വിഷയം ഇന്ന് പഠിപ്പിക്കുക. രണ്ടാമത്തെ വിഷയം ഇന്ന് പ്രധാനമായിട്ടുള്ളത് ഇസ്രായേലിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇസ്രായേലിൽ നടക്കുന്ന സംഭവങ്ങൾ ദൈവവചനം നൽകുന്ന സുപ്രധാന അടയാളം. ലോക ചരിത്രത്തിൽ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ ഒരു അടയാളം ഉണ്ട് എങ്കിൽ അവൻ സത്യവാനാണ്. അവൻ്റെ വാഗ്ദത്തങ്ങളും അവൻ്റെ ഉടമ്പടികളും അവൻ പറഞ്ഞ കാര്യങ്ങളും സത്യമാണ്. അത് സത്യമായി നടക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പ് ഇസ്രായേൽ എന്നൊരു രാഷ്ട്രമാണ്. അത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതുകയാണ്. 1500 BC
എന്ന് പറഞ്ഞാൽ ഇന്ന് 2024 2500 വർഷങ്ങൾക്ക് മുമ്പ് യഹോവയായ ദൈവം തനിക്കായി വേർതിരിച്ച രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇസ്രായേലിന് നാം അതിനെക്കുറിച്ച് റോമാലേഖനം 11-ാം അധ്യായവും 1 Corinthians 2-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ യഹോവയായ ദൈവം അവന് തനിക്കായി ഈജിപ്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കി വീണ്ടെടുത്ത് ചെങ്കടൽ കടന്ന് ന്യായപ്രമാണം കൊടുത്ത് വാഗ്ദത്തദേശിക്ക് കൊണ്ടുപോയ ഈ ജനം, ഈ രാഷ്ട്രം, അവർക്ക് പിൽക്കാലങ്ങളിൽ അംശമായി ഹൃദയകാഠിന്യം സംഭവിച്ചു. അതിനെ സംബന്ധിച്ച് റോമാലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ 25-ാം വാക്യം നാം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, പൗലോസ് റോമാലേഖനത്തിൽ വിശ്വാസികളോട്, റോമൻ സഭയോട് അതുവഴി നമ്മളോട് എല്ലാവരോടും പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഒരു രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ആ കാഠിന്യത്തിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? അവരുടെ മശിഹായെ അവർ ക്രൂശിച്ചു. ഇതേ സംബന്ധിച്ച് 1 Corinthians 2-ാം അധ്യായത്തിലും വളരെ പ്രധാനപ്പെട്ടൊരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 Corinthians 2-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിലുള്ള വാക്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചു. രണ്ടാമതായിട്ട് 1 Corinthians 2-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ വായിക്കുമ്പോഴും ഇപ്രകാരമാണ് വായിക്കുന്നത്, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അതിൻ്റെ 8-ാം വാക്യം, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. ഒന്ന്, യഹൂദന് എന്ത് സംഭവിച്ചു? സ്വന്തം ജനമാണ്, സ്വന്തം രാഷ്ട്രമാണ്, വാഗ്ദത്ത ജനമാണ്, ദൈവജനമാണ്. എന്നാൽ അവർക്കെന്ത് സംഭവിച്ചു? ഹൃദയകാഠിന്യം സംഭവിച്ചു. അനുസരിക്കേണ്ട നിമിത്തം അന്നത്തെ പ്രഭുക്കന്മാർക്ക്, ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് എന്ത് സംഭവിച്ചു? അവർ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല, അജ്ഞതയായിപ്പോയി. അതുകൊണ്ടെന്ത് സംഭവിച്ചു? കർത്താവ് മരിക്കേണ്ടി വന്നു. എന്നാൽ അതിൽ ഒരു വലിയ കാര്യം ജാതികളെ സംബന്ധിച്ചുണ്ട്, ജാതികളെ സംബന്ധിച്ച് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെ ജാതികളോടുള്ള ദൈവത്തിൻ്റെ ആർദ്രതയാണ് കാഠിന്യത്തിനും അറിവില്ലായ്മയ്ക്കും കാരണം. ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടെ ഈ റോമാലേഖനത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയൊരു വിഷയമാണ് ഇത്. എന്തുകൊണ്ട് കർത്താവിൻ്റെ മരണം സംഭവിച്ചു? എന്തുകൊണ്ട് ഇസ്രായേലിൽ ഹൃദയകാഠിന്യം സംഭവിച്ചു? എന്തുകൊണ്ട് പ്രഭുക്കന്മാർക്ക് അറിവില്ലാതെയായിപ്പോയി? ജ്ഞാനികൾക്ക് ജ്ഞാനമില്ലാതെയായിപ്പോയി, ദൈവിക ജ്ഞാനമില്ലാതെയായിപ്പോയി. അത് നിമിത്തം കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അത് ജാതികൾക്ക് ഗുണകരമായി തീർന്നു. അങ്ങനെ ഈ ആർദ്രയുടെ, ജാതികളോടുള്ള ദൈവത്തിൻ്റെ ആർദ്രയാണ് കാഠിന്യത്തിനും അറിവില്ലായ്മയ്ക്കും കാരണം. ആർദ്രയുടെ ലക്ഷ്യമോ? അതാണ് റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളിപ്പോൾ യഹൂദനാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ അത് വേറൊരു വിഷയമാണ്. എന്നാൽ ജാതികൾ എന്ന നിലയിൽ, ഞാൻ ജാതിയാണ്, ജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ഇസ്രായേലിനല്ല, എൻ്റെ പാരമ്പര്യം അവിടെ അല്ല. അതുകൊണ്ട് ജാതികളെ സംബന്ധിച്ച് നമ്മളുടെ ചെവികൾക്ക് കിട്ടാവുന്ന ഏറ്റവും മാധുര്യമുള്ള വാക്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
11-ാം അധ്യായത്തിൻ്റെ റോമാലേഖന 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പം രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കും. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം. ഇന്ന് കർത്താവ് ജാതികളിൽ നിന്ന് സഭയോട്, തന്നോട്, യേശുക്രിസ്തുവിനോട് ഒരു കൂട്ടത്തെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അത് സഭ എന്ന് പറയുന്നത്. അതാണ് സഭായുഗം എന്ന് പറയുന്നത്. അത് പെന്തക്കോസ്ത് നാളിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് നമ്മുടെ കാതുകൾക്ക് ഏറ്റവും ഇമ്പമായ ഒരു വാക്യമാണ് ജാതികളുടെ സംഖ്യ ചേരുവോളം. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഉത്തരവാദിത്തം. ഇത് നമ്മൾ കേൾക്കുമ്പോൾ, ഇസ്രായേലിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? അതാണ് നമ്മൾ മൂന്നാമതായി പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ ചേരുവോളം, അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആർദ്രത ഏതാണ്? സ്നേഹം അതാണ്. നമ്മൾ രക്ഷിക്കപ്പെടണം എന്നുള്ളത്, വീണ്ടും ജനിക്കണം, കർത്താവിൽ വിശ്വസിച്ച് വീണ്ടും ജനിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാലും സമയം AD 33 യഹൂദന്മാർ മശിഹായെ ക്രൂശിച്ചു. അനുസരണക്കേട് ഫലമായി AD 70 അവസാനമായി ലോകമെമ്പാടും ചിതറിക്കപ്പെട്ടു. പ്രവചന നിവൃത്തിയായ 1948 വീണ്ടും രാഷ്ട്രമായി. ആ രാഷ്ട്രമാണ് നമ്മളിന്ന് കാണുന്നത്. അത് ദൈവകൃപയാൽ നമ്മുടെ ജീവിതകാലത്ത് സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രമായിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദൈവഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു അടയാളമാണ്. 1948 മുതൽ അവർ രാഷ്ട്രമായ മെയ് 14 മുതൽ ഇസ്രായേൽ രാഷ്ട്രത്തെയും യഹൂദന്മാരെയും ഉന്മൂലനാശത്തിനായി അന്ത്യക്രിസ്തുക്കളുടെ ചേരികൾ ശ്രമിക്കുകയാണ്. അത് ആണ് സമീപകാല സംഭവങ്ങൾ. സമീപകാലത്ത് നടന്നിരുന്ന ഇസ്രായേൽ നടക്കുന്ന കാര്യങ്ങൾ, അന്ത്യക്രിസ്തുവിൻ്റെ ചേരികൾ ചേർന്ന് ഇസ്രായേലിനെ, രാഷ്ട്രത്തെയും യഹൂദന്മാരെയും ഉന്മൂലനാശത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്മൂലനാശത്തിനുള്ള ശ്രമം ഇസ്രായേലും അന്ത്യക്രിസ്തുവുമായി കരാറിൽ അവസാനിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശത്രുത, ഈ ഇസ്രായേലിൻ്റെ രാഷ്ട്രത്തെ നശിപ്പിക്കണം, ഇസ്രായേലിനെ നശിപ്പിക്കണം, യഹൂദന്മാരെ നശിപ്പിക്കണം എന്നുള്ള അതിൽ നടക്കുന്ന ഈ കാര്യം, ഇന്ന് നടക്കുന്ന ഈ കാര്യങ്ങൾ എന്തിലേക്ക് നടത്തും? അന്ത്യക്രിസ്തുവുമായിട്ടുള്ള അന്ത്യക്രിസ്തുക്കളുടെ ചേരി എന്ന് ഞാൻ പറഞ്ഞു. അത് പ്ലൂരലാണ്, ബഹുവചനമാണ്. ഒരുപാട് രാഷ്ട്രങ്ങൾ ചേർന്ന് നടത്തുന്നൊരു കാര്യമാണത്. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം തന്നെ അന്ത്യക്രിസ്തു എന്ന ഏക വ്യക്തിയുമായിട്ടുള്ള കരാറിലേക്ക് ഇത് നയിക്കും. കരാറിൻ്റെ കാലാവധി 7 വർഷം ആയി ദൈവവചനം പറയുകയാണ്. 7 വർഷം കഴിയുമ്പോൾ, 7 വർഷത്തിൻ്റെ അവസാനത്തോടുള്ള ബന്ധത്തിൽ ഹർമഗദോൻ എന്ന യുദ്ധത്തിൽ കലാശിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം ആയിരിക്കും. അതിലെ അന്ത്യക്രിസ്തുവിൻ്റെ ചേരികൾ അതിൻ്റെ അംഗങ്ങളായിരിക്കും. അതിൻ്റെ അംഗങ്ങൾ ആരൊക്കെ ആയിരിക്കും എന്നുള്ളതും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ഇന്ന് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ആർമഗദോൻ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയത്തിൻ്റെ വക്കത്ത് എത്തുമ്പോൾ, ഇനി രക്ഷയില്ല, ഞങ്ങൾ നശിക്കാൻ പോവുകയാണ് എന്ന ആ അവസ്ഥ വരുമ്പോൾ, ഇസ്രായേലും അതിൻ്റെ നേതാക്കന്മാരും ജ്ഞാനികളും പ്രഭുക്കന്മാരും എല്ലാവരും ചേർന്ന് ഇസ്രായേൽ കുത്തിയവെങ്കിലേക്ക് നോക്കും. യേശുക്രിസ്തു വന്ന അന്ത്യക്രിസ്തുവിനെയും ചേരികളെയും നശിപ്പിക്കും, ഇസ്രായേലിനെ രക്ഷിക്കും. ഇതാണ് ഇന്നത്തെ ലോക സംഭവങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, വിഷയങ്ങളായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്നാലും ഞാനൊരു മുഖവരയായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നത്തെ ഈ സംഭവം അത് അന്ത്യക്രിസ്തുവിൻ്റെ ചേരികളുടെ ഒരു ആക്രമണമാണ്. ഇതിൽ ഇസ്രായേൽ ജയിക്കാം, ചിലപ്പോൾ പല രാഷ്ട്രങ്ങളെയും
അധിനിവേശം ചെയ്ത് അത് ഇസ്രായേലിൻ്റെ സ്വന്തം ഭാഗമാക്കാം. എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നാൽ ഇതെല്ലാം അവസാനമായിട്ട് അന്ത്യക്രിസ്തുവുമായിട്ടുള്ള 7 വർഷത്തെ ഉടമ്പടിയിലേക്ക് കടക്കുകയും 7 വർഷത്തിൻ്റെ ഈ ഉടമ്പടി ഭേദിക്കപ്പെട്ട് അത് ഹർമദോൻ അവസാന യുദ്ധത്തിലേക്ക് കടക്കുകയും അവസാന യുദ്ധത്തിലേക്ക് അന്ത്യക്രിസ്തുവിൻ്റെ ചേരികളുടെ ഒരു സംഘം ഇന്ന് അതിനോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തോൽവിയുടെയും പരാജയത്തിൻ്റെയും സമയത്ത് ഇസ്രായേൽ കുത്തിയങ്കിലേക്ക് നോക്കും, മശിഹായിലെ വിളിക്കും, അവൻ വരും, അവൻ ഇസ്രായേലിനെ രക്ഷിക്കും, ശത്രുക്കളെ സംഹരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് വീണ്ടും ജനനം, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത് ഇസ്രായേലിൽ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ. മൂന്നാമതായി നമ്മുടെ ജാതികളുടെ ഉത്തരവാദിത്തം. ദൈവം ജാതികളെ സംബന്ധിച്ച് ഭയങ്കരമായ ആഗ്രഹവും സ്നേഹവുമുള്ള ദൈവമാണ്. ദൈവം ആഗ്രഹിക്കുകയാണ് ജാതികളിൽ നിന്ന് അതിൻ്റെ സംഖ്യ ചേരുവോളം ഞാനും നിങ്ങളും ഈ സംഖ്യയിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ നാം ഈ കർത്താവിൽ വിശ്വസിച്ചേ പറ്റൂ. അതാണ് പ്രധാനപ്പെട്ട വിഷയം. യഹൂദന്മാർക്ക് കാഠിന്യവും പ്രഭുക്കന്മാർക്ക് അറിവില്ലായ്മയും സംഭവിച്ചു. എന്നെ കേൾക്കുന്നവർ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമോ? ഇതാണ് ജാതികളുടെ ഉത്തരവാദിത്വം, എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്വം. ഈ പറഞ്ഞ സത്യങ്ങളുടെ സാരം ഇപ്രകാരമാണ്: സഭായുഗം ജാതികളെ ചേർക്കുന്ന കാലമാണ്. അവസരം ഉപയോഗിക്കുക, ദൈവം തരുന്ന അവസരം പാഴാക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പുതിയ ജീവൻ ലഭിച്ചവരായി ജീവിതം ആരംഭിക്കുക, ജീവിതം തുടരുക. ദൈവം വിശ്വസ്തനാണ്, ദൈവം അത് പൂർത്തിയാക്കും. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവവചനത്തിലേക്ക് തിരിയാനും ദൈവവചനം വിശ്വസിക്കാനും സഹായിക്കണമേ. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. നന്ദി.